അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കണ്ണൂരുകാരുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിയടയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇറച്ചിപ്പത്തിൽ എന്നും പറയും. നല്ല ടേസ്റ്റിയാണ്. സാധാരണ സമൂസ പോലെയല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഷേപ്പും കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളിത് മോൾഡ് വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതിനു മുമ്പായിട്ട് ഇത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹെന്നയ്ക്കും ഹെന്നയുടെ ഉമ്മാക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഹോസ്റ്റലിൽ വിശന്നിരിക്കുന്ന സമയത്ത് അവളുടെ ഉമ്മ കൊടുത്തു വിടുന്ന ഒരു ഇറച്ചിയടയുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. അപ്പോൾ ഹെന്നൻ്റെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 പീസ് ചിക്കൻ മതി, ഒരുപാട് വേണമെന്നില്ല. ബോൺലെസ്സോ ബോണുള്ളതോ എടുക്കുക. അത് ഇച്ചിരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ചിയിട്ടാലും മതി. എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ്. ഞാനിവിടെ 3 സവോള എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത്. അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ്. കാരണം എരിവ് പച്ചമുളകിൻ്റെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നമ്മൾ കറിക്ക് വഴറ്റുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് വഴറ്റണ്ട, എന്നാലും ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കടിക്കാൻ പാടില്ല, അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇനി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മല്ലിയിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ പിച്ചിയിട്ടിട്ടുള്ള ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ ഒരുപാട് കൂടാൻ പാടില്ല, അതുപോലെ മസാല ഒരുപാട് ആവാൻ പാടില്ല. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. ചിക്കൻ കൂടിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അതുപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാവരുടെയും ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ പൂരിക്ക് കുഴക്കണ പോലെ വെള്ളം കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ. വെള്ളം കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇറച്ചിയടക്ക് എണ്ണ കുടിക്കുന്നത്. അപ്പോൾ എണ്ണ കുടിക്കാതെ നല്ല അടിപൊളി ഇറച്ചിയട കിട്ടണമെങ്കിൽ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് സമൂസ പോലെ എണ്ണ ഒരുപാട് കുടിക്കില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. എണ്ണ ഒട്ടും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തിയുടെ അത്രയും ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തണം. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് വേണം പരത്താനായിട്ട്. അതുപോലെ ഒരുപാട് പൊടിയിടാതെ പരത്തുക. ഒരുപാട് പൊടിയിട്ട് പരത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പരത്താൻ ഇടങ്ങേറുണ്ടെങ്കിൽ പൊടിയിട്ടോളൂ. നമുക്ക് അവസാനം മൈദമാവ് വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നല്ല വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊടിയിടാതെ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊടിയിട്ട് പരത്തിക്കോളൂ. ഇനി ഇത് അതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ കോണ് മേളിലായിട്ട് വരുന്ന പോലെ വെക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ മടക്കുക, മറ്റേ സൈഡ് ഇങ്ങോട്ടേക്ക് മടക്കുക. എന്നിട്ട് ആ കോണ് മേലെ വേണം. നമ്മൾ ഈ മടക്കിയില്ലേ രണ്ടും കൂടെ, അവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഉള്ളിലേക്ക് വിരലിട്ടിട്ട് നമുക്ക് ആ ഭാഗം കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടിക്കോളും. ഇനി മൈദമാവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി മൈദ കലക്കിയിട്ട് ഇവിടെ അല്ല കോണ് മടക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇത് കണ്ടോ, ഹോൾ ഉണ്ടായില്ലേ? ഇനി ഇതിനകത്തോട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷേ താഴോട്ട് പോകണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലേ താഴെ ഭാഗത്ത് മസാല പോവില്ല. കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കോണൊന്ന് മടക്കി വെക്കണം. മേലിലുള്ള കോണില്ലേ, അത് നമുക്ക് കൈ കൊണ്ട് മടക്കുമ്പോൾ തന്നെ ഒട്ടും. ഒരുപാട് പൊടി ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഇനിയിപ്പോൾ ഒട്ടുന്നില്ലെങ്കിൽ മൈദമാവ് വെച്ച് ഒട്ടിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കോണും ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും ഇറച്ചിയടേൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്നത്. മോൾഡൊന്നും ഉപയോഗിക്കില്ല. ഒന്നുകൂടെ കാണിച്ചു തരാം. കോണ് മേളിൽ, എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ സൈഡിലേക്ക് മടക്കുക. എന്നിട്ട് ഈ മടക്കിയ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. താഴെ വരെ ഒട്ടിക്കണം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് മസാല പുറത്തോട്ട് പോവും. വിരലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ പരത്തിയ ഭാഗം മേളിലായിട്ടാണ് നമ്മളിത് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ആദ്യം കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നും, ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ്, കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. മടക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അപ്പം ഞാനിതെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും സമൂസ പോലെ നല്ല ക്രിസ്പി ആയിരിക്കും ചുട്ട സമയത്ത്. അത് കഴിയുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആവും. അങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. രണ്ടും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തണുത്താലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ചൂടുള്ളപ്പോൾ ഇടണ്ട, അപ്പോൾ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഉള്ളിലത്തേക്ക് വെന്തയല്ല, അപ്പോൾ ഒരുപാട് വേവാനൊന്നുമില്ല. ജസ്റ്റ് കളറ് നമുക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റാം. കണ്ടോ, ഇതുപോലത്തെ ഈ കളറായാൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ചുടാൻ നോക്കുക, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അപ്പോൾ ഇതേപോലെ ബാക്കി ചുടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇറച്ചിയട അല്ലെ ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂരുകാരുടെ ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അത്ര ടേസ്റ്റിയാണ്. ഇത് ഞങ്ങൾ മിക്കപ്പോഴും ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുന്ന ഒരു ഐറ്റമാണ്. ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഹോസ്റ്റലിൽ തന്നെ. അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മടിയില്ലാണ്ട് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്. 26 മാർച്ച് വരെയാണ് അതിൻ്റെ ടൈം. അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. കുറേ പേര് ഇപ്പം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അയക്കാത്തവർ പെട്ടെന്ന് തന്നെ അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.